4.5 ലക്ഷം രൂപയാണ് ഇന്ന് കാണിക്കുന്ന ഏറ്റവും കൂടിയ വണ്ടി അല്ലേ? അപ്പൊ ലോറ 2 ലിറ്റർ 5 സ്പീഡ് അല്ലേ? ഡീസലാണ്. അപ്പൊ മൈലേജ് ഉള്ള വണ്ടിയാണ്, മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. പക്ഷേ 2027 വരെ കമ്പനി വാറണ്ടി വരുന്നുണ്ട്. കമ്പനി വാറണ്ടി വരുന്നുണ്ട് 27 ലാസ്റ്റ് വരെ. 49,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നതായിരിക്കും. ഈ ലെവലിൽ കിടക്കുന്ന ഈ 3 വണ്ടി നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു 0 ഡൗൺ പേയ്മെന്റിൽ ഈ 3 വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. നമുക്ക് 2.5 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. ഇത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇത് മാക്സിമം നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ 5 ലക്ഷം രൂപ താഴെ 4.5 ലക്ഷം രൂപയാണ് ഇന്ന് കാണിക്കുന്ന ഏറ്റവും കൂടിയ വണ്ടി അല്ലേ? അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളാണ്, എല്ലാം നല്ല കണ്ടീഷൻ വണ്ടികളാണ്. ഇതിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളും ചെയ്യാൻ പറ്റാത്ത വണ്ടികളും ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വണ്ടി ഏതാണുള്ളത്? നമ്മുടെ ഇപ്പോൾ ആൾട്ടോ ഉണ്ട്. വില നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്? 50,000 രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ് നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ വീഡിയോ ആണിത്. അപ്പോൾ അങ്ങനെ വണ്ടി അന്വേഷിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടട്ടെ. ഇപ്പം എൻ്റെ ഒപ്പം ഉള്ളത് ബെന്യാമിനാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്, മാറമ്പള്ളി അല്ലേ? മാറമ്പള്ളി. അപ്പോൾ അവിടെയാണ് വണ്ടികളുള്ളത്. ബെന്യാമിൻ വണ്ടി എടുത്ത് വിൽക്കുന്ന ആളാണ്, നമുക്കറിയാവുന്ന ആളാണ്, നമ്മുടെ സുഹൃത്തും കൂടിയാണ്. അപ്പം നല്ല വണ്ടികൾ എടുത്ത് വെക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി പോയി ഇവിടെ. ഇവിടെയൊക്കെ കറങ്ങി അവസാനമാണ് ഇവിടെ എത്തിയത്. പിന്നെ എപ്പോഴും ഇത്രയും വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, എടുക്കുന്ന വണ്ടികൾ അപ്പം തന്നെ പോകുന്ന കാരണം അല്ലേ? ഇത്രയും വണ്ടി ഒരുമിച്ചിട്ടല്ലേ വീഡിയോ എടുക്കുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും വണ്ടിയുടെ ഒരുമിച്ച് കിട്ടിയപ്പോൾ നമ്മളൊരു വീഡിയോ ആക്കിയതാണ്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഈ കിടക്കുന്ന വണ്ടി ആദ്യത്തെ വണ്ടി ഇയോൺ. ഇതേതാ മോഡല്? ഇത് 2012 മോഡല്, 13 രജിസ്ട്രേഷനിൽ വരുന്ന ഇയോൺ. 88,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് ഓണർഷിപ്പ് എത്രയാ? ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. വേറെ മെക്കാനിക്കൽ സൈഡ് എല്ലാം ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, ഫിനാൻസും ചെയ്യാം, ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഇന്റീരിയർ ആയാലും എല്ലാം ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ വില? റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് ഡിലൈറ്റ് പ്ലസ്. ഓക്കെ. അപ്പോൾ ടയർ കണ്ടീഷൻ ഒക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. 60% മേലോണുള്ള ടയർ കണ്ടീഷൻ വണ്ടിക്ക് കിടപ്പുണ്ട്. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ടച്ചപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തല്ലോ നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. എന്താണ് കസ്റ്റമറുടെ ആവശ്യാനുസരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ടച്ചപ്പ് ഒക്കെ ചെയ്യാൻ നമ്മൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ വില പറഞ്ഞു? ഇത് നമുക്ക് വേണമെങ്കിൽ 1,15,000 രൂപ കൊടുക്കാം. 1.15 അല്ലേ? 1.15 ആ ഫുള്ള് ലോൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഡൗൺ പേയ്മെന്റ് ഒന്നും തന്നെ അടയ്ക്കണ്ട. അടുത്ത വണ്ടി ഒരു സ്വിഫ്റ്റ് ആണ്. ഏതാ മോഡൽ? ഇത് 2014 VDI ഡീസലാണ്. ഓക്കെ, ഡീസലിൽ ഫുൾ ഓപ്ഷൻ വന്ന വണ്ടി. ഓക്കെ, മൂന്നാമത്തെ ഓണർഷിപ്പ്, 1,26,000 കിലോമീറ്റർ. ഇതിന് വേറെ മേജർ ആയിട്ടുള്ള ഇടി കാര്യങ്ങളൊന്നുമില്ല. ഡിക്കിയുടെ ഗ്ലാസ് മാത്രമുള്ള റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡിക്കിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു? ഡിക്കിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പ്രോപ്പർ സർവീസ് ഒക്കെ പ്രോപ്പറാണ്. 1.26 നിലവിൽ ഓട്ടും. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പോൾ പറയാനാണെങ്കിൽ മിറർ ഡോർ, പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, മിറർ ഫോൾഡിംഗ്, ഇൻഡിക്കേറ്റർ, മിറർ ഇൻഡിക്കേറ്റർ, സെൻട്രൽ ലോക്ക് എല്ലാം തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ, ടയർ കണ്ടീഷൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 50% ഓടാനുള്ള ആവറേജ് ടയർ വണ്ടിക്ക് കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വില എത്ര? അത് നമുക്ക് 3.5 ലക്ഷം രൂപയാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, പിന്നെ പാർട്ടി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് 2.5 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. നമ്മൾ ഏത് ഇയർ മുതലേ ഇപ്പോൾ ഫിനാൻസ് ചെയ്യുന്നത്? ശരിക്കും നമുക്ക് 12 മുതൽ മുകളിലേക്കുള്ള വണ്ടികളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ ബാക്കോട്ട് പോകാം. ചെറിയ വണ്ടികളാണ് എല്ലാം തന്നെ. ഓൾട്ടോ. ഇത് 2012 മോഡല്, 13 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, 1 ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. ഇത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, 4 പുത്തൻ ടയർ. ഇത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇത് മാക്സിമം നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള. ഓക്കെ, 800 അല്ലേ? 800. ഓക്കെ, ഇത് ഏതാ വേരിയന്റ്? LXI ആണ്. അപ്പോൾ വില എത്ര പറയുന്നത്? ഇത് 1.50. 1.50 അല്ലേ? 1.5. ഓക്കെ, വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതിന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ടച്ചപ്പ് ഒക്കെ ഉള്ളത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ടച്ചപ്പ് ഉള്ളതൊക്കെ നമ്മൾ ഇവിടെ മഴ ആയതുകൊണ്ട് അത് ഞാനൊന്ന് എടുത്ത് പറയണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ഈ പറമ്പിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ മഴ പെയ്തിട്ടുള്ള ചെളിയൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. ഒക്കെ ക്ലിയർ ചെയ്ത് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാം. മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ടച്ചപ്പ് ചെയ്ത് ഫുൾ കട്ട ടയറും കിടപ്പുണ്ട് വണ്ടിക്ക്. 1.5 അല്ല വില പറയുന്നത്? 1.5. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്ത വീണ്ടും ഒരു ഓൾട്ടോ. ഇത് ഏതാ മോഡല്?
ഇത് 2010 മോഡല്. ഓക്കെ. 2030 വരെ പേപ്പർ ഉണ്ട്. ഇത് VXI ആണ് വരുന്നത്. ഓക്കെ, VXI ആണ് വരുന്നത്. 2030 വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ. എത്ര ഓടി ഉണ്ടാവും വണ്ടി? ഇത് 94,000 ഓടിയിട്ടുള്ളൂ. 94,000 AC പവർ സ്റ്റിയറിംഗ് തന്നെ, നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ പേപ്പർ, അത്യാവശ്യം 5 വർഷം പേപ്പറും പേപ്പറുണ്ട്. ടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞോളൂ? ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് തന്നെ പെയിന്റിനൊന്നും പ്രശ്നമൊന്നും, മേജർ ആയിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ടയറും കിടപ്പുണ്ട്, കട്ട ടയറും കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല വണ്ടി. അപ്പോൾ നമ്മൾ ഓണർഷിപ്പ് അത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വില എത്ര പറയുന്നത്? ഇത് നമുക്ക് വില വേണ്ടത് 120. 120 അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. റെഡി ക്യാഷ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓടിച്ച് പഠിക്കാൻ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ 2 വീലറിൽ നിന്ന് കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. നമ്മളെപ്പോഴും ഓടിച്ച് പഠിക്കാനുള്ള വണ്ടി എന്ന് പറയുന്നത് ആ ഒരു ഇതിലങ്ങ് പറയുന്നതാണ്. നിങ്ങൾക്കൊരു ഫാമിലി പർപ്പസിന് പറ്റിയ വണ്ടികൾ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. മഴക്കാലമൊക്കെയാണ് വരുന്നത്, 2 വീലർ കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് അല്ലേ? അതെ. അപ്പോൾ നേരെ നമുക്ക് ബാക്കിലേക്ക് പോവാം. ഇത് 2 നല്ല കിടുക്കാച്ചി വണ്ടികളാണോ? ഒരു പോളോ ഏതാ മോള്? ഇത് സിംഗിൾ ഓണർ വണ്ടി, 2017 കമ്പനി സർവീസ്. ഓക്കെ. കമ്പനി സർവീസ് 2017 സിംഗിൾ ഓണർ. ഇത് അത്യാവശ്യം 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ഏതാ വേരിയന്റ്? ഗ്യാരണ്ടി വണ്ടി. ഇത് കംഫർട്ട് ലൈൻ ആണ്. ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ മാനുവൽ. ഓക്കെ. കംഫർട്ട് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്. പവർ വിൻഡോ അല്ലേ? 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് സെറ്റ്, കമ്പനി സെറ്റ്. ഇത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയുണ്ട്? ഇത് സിംഗിൾ ഓണർ. കിലോമീറ്റർ 160 ഓടിയിട്ടുണ്ട്. അത് ഫുള്ള് കമ്പനി സർവീസ് തന്നെ. 2027 വരെ കമ്പനി വാറണ്ടി വരുന്നുണ്ട്. കമ്പനി വാറണ്ടി വരുന്നുണ്ട് 27 ലാസ്റ്റ് വരെ. ഓക്കെ. മോഡൽ ഏതായിരുന്നു? 2017 മോഡൽ. ഓക്കെ. അപ്പോൾ വില ഇത് നമ്മൾ ചോദ്യം 4.5 ലക്ഷം രൂപയാണ്. അത് നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ്. നമ്പറൊക്കെ കുഴപ്പമില്ല കേട്ടോ. 36 69 59 KL 36F. അപ്പോൾ ഇതിന് ടയർ ഉണ്ട് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ടയർ കണ്ടീഷൻ തേഞ്ഞ ടയറൊക്കെയാണ് നമ്മൾ മാറ്റി കൊടുക്കും അല്ലേ? ഇതിപ്പോൾ കാണിച്ച വണ്ടിയുടെ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ അടുത്ത് ലോറ. ഇത് 2 ലിറ്റർ 2010 ഡീസൽ 2 ലിറ്ററിൽ തന്നെ എഞ്ചിനാണ് വേണ്ടത്. ഇത് പുതിയ പേപ്പറാണ്. 2030 വരെ പേപ്പർ വരുന്നുണ്ട്. ഡീസലാണ്. ടയർ അലോയിൽ ഇത് ചെറിയ രീതിയിൽ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് ആഫ്റ്റർ മാർക്കറ്റ് ആണ്. അലോയ് ആഫ്റ്റർ ആണ്. ഓക്കെ. 2 ലിറ്റർ 2010 മോഡൽ ഡീസൽ മാനുവൽ. സ്പോയിലറൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. വിആർസിന്റെ ഫ്രണ്ടിൽ വിആർസിന്റെ കിറ്റ് ഒക്കെ ഇട്ടേക്കുന്നതാണ്. വിആർസിന്റെ ബമ്പർ ഗ്രില്ലൊക്കെ വിആർസിന്റെ ആണ്. ഓക്കെ. വണ്ടി ഒരു മൊത്തത്തിലൊരു സ്പോർട്ടി ലുക്കാണ്. ഇത് അത്യാവശ്യം മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന വണ്ടിയുമാണ്. ഓക്കെ. ലോവർ ചെയ്തേക്കുന്നതാണ് വണ്ടി. 369 നമ്പറും വരുന്നുണ്ട്. 369 2369 ആണ്. ആ 2 അങ്ങ് മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെ നമ്പർ ആയിട്ടുണ്ട്. പിന്നെ ഗ്രില്ലൊക്കെ ഡീക്രോൺ ചെയ്ത് ലോഗോ ഒക്കെ ഡീക്രോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊരു പേപ്പർ ഉണ്ട്? ഇത് 2030 വരെ പേപ്പർ ഉണ്ട്. കിലോമീറ്റർ 146 ഓടിയുണ്ട്. ലോറ 2 ലിറ്റർ 5 സ്പീഡ് അല്ലേ? ഡീസലാണ്. അപ്പോൾ മൈലേജ് ഉള്ള വണ്ടിയാണ്, മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പവറും ഉണ്ടാവും, 2 ലിറ്റർ പവറുള്ള വണ്ടിയാണ്. അപ്പോൾ വില ഇത് നമുക്ക് 2 രൂപ ചോദ്യം. എന്തെങ്കിലും അതിൽ നിന്ന് ചെറിയ രീതിയിൽ നമുക്ക് വിട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. 2 ലക്ഷം രൂപയാണ്. അതിലെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ള വണ്ടി കൂടിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു. ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു ഓൾട്ടോ ഉണ്ട്, ഒരു ഇൻഡിക്ക ഉണ്ട്. നിങ്ങൾക്ക് ഫാമിലി പർപ്പസിനൊക്കെ തൽക്കാലത്തേക്ക് ഒരു വണ്ടി വേണം, മഴ നനയാതെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ ടച്ചപ്പുകളൊക്കെ ഉള്ളത് നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കുള്ളൂ അല്ലേ? ടച്ച് ചെയ്താണ് കൊടുക്കുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2006 മോഡൽ ആൾട്ടോ LX AC ഒക്കെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. ഇതിന്റെ പേപ്പർ വരുന്നത് ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ വിലയും വിലയാണ് നമ്മൾ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തെടുക്കുന്നവർക്ക് ടെസ്റ്റ് ചെയ്തെടുക്കാം. അതെ, ടെസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പൊളിക്കാൻ കൊടുക്കുന്നവർക്ക് പൊളിക്കാൻ കൊടുക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മോഡൽ ഏതായത്? ഇത് 2006 മോഡലാണ്. LX ആണ്. അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ് ഇല്ല, LX വരുന്നുള്ളൂ. ഓക്കെ. AC കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ കിടപ്പുണ്ട് വണ്ടിക്ക്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വില എത്ര നമ്മൾ പറയുന്നത്? ഇത് 49 രൂപ കൊടുത്തേക്കാം. 49,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ ഫൈനൽ വിലകളാണ്. ചെറിയ വണ്ടികളൊക്കെ ഫൈനൽ വിലകളാണ്. അതെ. അപ്പോൾ ഇൻഡിക്ക V2. ഇത് V2. ഇത് ടർബോ എന്ന മോഡലാണ്. DLS ഡീസൽ 2007 ഡീസൽ. 27 വരെ 1 കൊല്ലം കൂടി പേപ്പർ ഉണ്ട്. ഓക്കെ. ഇത് ഓണർഷിപ്പ് വരുന്നത് 3ാമത്തെ ഓണർഷിപ്പ്. 2 ഡോർ പവർ വിൻഡോ വന്നിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്. ഇത്ര വരുന്നത്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ.
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ എന്തോരം ഉണ്ടാവും ഇതിനിപ്പോ? അത്യാവശ്യം ഒരു കുഴപ്പമില്ല, അത്യാവശ്യം ടയർ ഉണ്ട്. അപ്പൊ ഇനി ഒരു പകുതി കൂടി ഒരു 50% ഓടാനുള്ള ടയർ ഉണ്ട്. ഈ ടച്ചപ്പുകളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ 55 രൂപ നമുക്ക് ചോദിക്കുന്നത്. എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊന്നും ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതല്ല, റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് എടുക്കാവുന്ന വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വണ്ടിയെല്ലാം ഓടിച്ചു നോക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടികൾ തന്നെയാണ്. പിന്നെ അപ്പോൾ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി, ഫിനാൻസിന് നമുക്ക് ഇപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുവരണം? നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആധാർ, പാന്, നമുക്ക് സിബിൽ ചെക്ക് ചെയ്യാനായിട്ട്. സിബിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് വേണ്ടി വരും. അത് ഫിനാൻസുകാർ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു 720 മുതൽ വേണം എന്നാണ് പറഞ്ഞത്. 700 മുതൽ മേളിലേക്ക് വേണം. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന നമുക്ക് പോളോ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പോളോ, ആൾട്ടോ 800 നമുക്ക് ഫുൾ ഓൺ ഇയോൺ. ഇത് മൂന്നും നമുക്ക് ഈ ലെയറിൽ കിടക്കുന്ന ഈ 3 വണ്ടിയും നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു 0 ഡൗൺ പേയ്മെന്റിൽ ഈ 3 വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് വരിക. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ മാറമ്പള്ളിയാണ്. കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ഇനിയും വേറെ വണ്ടികളൊക്കെ വരും കേട്ടോ. ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികൾ എടുത്ത് വിൽക്കുന്ന ഒരാളാണ് ബെന്യാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല വണ്ടികളായിരിക്കും, നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് പ്രഷറോട്? വണ്ടി നമ്മൾ ഗ്യാരണ്ടി ആയിരിക്കും. പിന്നെ എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ചിട്ടാണ് വണ്ടി തരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളല്ലേ, ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.